മാധു, ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് കണ്ടാൽ എന്താന്ന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ പരിശോധിക്കുന്നുണ്ട് സർക്കാരാണെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു CPI-ക്ക് തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ തനിക്ക് പോലും തൃപ്തിയില്ല എന്ന് പറയുന്നു. അപ്പൊ കണ്ടാൽ എന്താ എന്ന് ചോദിച്ച സംസ്ഥാന CPM-ന്റെ സെക്രട്ടറി ഇപ്പോൾ അങ്ങനെ കണ്ടതിൽ തൃപ്തിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമുണ്ടല്ലോ. എനിക്ക് എക്കോ വരുന്നുണ്ട്, അത് പരിഹരിക്കാം ജിൻഡോ ഓഫീസർ, അത് ശ്രദ്ധിക്കണേ. ഈ തെറ്റല്ല ഇത്. ADGP കണ്ടത് ഇതുപോലെയുള്ള രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹിക സംഘടനകളെ, നേതാക്കന്മാരെ കാണുന്നത് തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ADGP ഇത് മറച്ചു വെച്ചത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മറച്ചു വെച്ചത് എന്തിനാണ്? RSSന്റെ നേതാക്കന്മാർ കള്ളം പറഞ്ഞത്, BJPയുടെ നേതാക്കന്മാർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞത്. ഇതൊരു സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമാണെങ്കിൽ അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയത് ഒരു തെറ്റല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളുകൾ ഇങ്ങനെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാ? ഒരു വർഷം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴല്ലേ ഇത് പൊതുസമൂഹം അറിയുന്നത്? ഇനി അത് മാത്രമല്ല, ഇത് തെറ്റല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ADGP ലീവിൽ പോകുന്നത്? എന്തിനാണ് ലീവിൽ പോയ ADGPയുടെ ലീവ് നീട്ടണമെന്ന് പറയുന്നത്? ഇത് തെറ്റല്ല എന്ന് ഇടതുപക്ഷത്തിന് ഇത്ര പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഇവർ യോഗ്യരല്ല, എന്നാലും CPM-ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്? പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തിയായിട്ടുള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ADGP MR അജിത് കുമാർ RSSന്റെ സെക്കൻഡ് മോസ്റ്റ് ചീഫിനെ കണ്ടത് ഒരു തെറ്റല്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് ഉറച്ചു പറയാനുള്ള ഒരു ആർജവം വേണ്ടേ ഈ പാർട്ടിക്ക്? വേണ്ടേ? ഇതാണ് ഒരു RSS വിരുദ്ധ പ്രവർത്തനം. BJP-ക്കാർ ഇതൊക്കെ പറയും, കാരണം ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അവരായിരുന്നു. അവർക്ക് ഇപ്പോൾ പിണറായി വിജയനോട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാ. ഇവിടെ CPM-നെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ BJP-യുടെ പ്രതിനിധിയായിരിക്കും അതിന് മറുപടി പറയുന്നത്. അത് അവർക്ക് അവരുടേതായ ലാഭങ്ങളുണ്ട്. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇവിടെ MV ഗോവിന്ദൻ പറയുന്നത് എന്താ? സർക്കാർ പരിശോധിക്കുമെന്ന്. ഈ സർക്കാർ ആരാ? പിണറായി വിജയൻ ആരാ? CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണിച്ചുകൊണ്ട് ചുമന്ന കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാ. ഈ PV അൻവർ പറഞ്ഞില്ലേ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രി ആയതല്ലെന്ന്? തീർച്ചയായിട്ടുമല്ല. CPM-ന്റെ കേഡർ സംവിധാനത്തിലൂടെ കടന്നു വന്ന മുഖ്യമന്ത്രിയായ ആള് ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ADGP-യെ പോലുള്ള ആളുകളെ ദൂതിനയക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയാ അത് പാർട്ടിയല്ല പരിശോധിക്കേണ്ട. ഡോക്ടർ ജിൻഡോ ജോൺ, അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ പറയുന്ന PV അൻവർ തന്നെ, മുഖ്യമന്ത്രി വീട്ടിൽ നിന്നായതല്ലോ എന്ന് ചോദിക്കുന്ന PV അൻവർ തന്നെ പറഞ്ഞത് എന്താണ്? ഈ MR അജിത് കുമാർ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയത് VD സതീശന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ പുനർജനി കേസിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഈ PV അൻവറിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇപ്പൊ കേരള പോലീസിൽ സംഘി വിങ് ഉണ്ട് എന്നൊരു ആരോപണം CPM ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ഹൊസബളയെ പോയി കണ്ടത് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഭരിക്കുന്നത് CPM-ന്റെ സർക്കാർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ല, എൻ്റെ സംശയത മുഖ്യമന്ത്രി 40 ലക്ഷം രൂപ മുടക്കിയും പുതുക്കി പണിത ആ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിൽ നീന്തി കുളിക്കുന്നതും പ്രതിപക്ഷ നേതാവാണെന്ന് ഇവർ നാളെ പറയുമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം വലുതാക്കിയ ആ 25 ലക്ഷം രൂപയുടെ തൊഴുത്തിലെ പശുവിനെ കറക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് പറയൂ. എന്ത് നാണം കെട്ട വാദമാണ് ഈ PV അൻവർ പറയുന്നത്? പ്രതിപക്ഷ നേതാവാണ് അത്രേ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായിട്ടുള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ADGP MR അജിത് കുമാറിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സംസ്ഥാനത്ത് LDF-ന്റെ ഭരണം എന്താ? CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലവാരം എന്താ? അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ടില്ലേ? ഈ നിലവാരമില്ലാത്ത സംസാരങ്ങൾക്ക് അത്തരം ആർഗ്യുമെന്റ്സിന്റെ പുറകെ പോകുന്നതിൽ നമുക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പിടിക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ഈ മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അവരെ പുറത്താക്കുമെന്ന്. ഈ പുഴുക്കുത്താണ് ADGP എന്ന് ഇവർക്ക് തോന്നലുണ്ടെങ്കിൽ ആ പുഴുക്കുത്താണെന്ന് ഒരു വർഷം മുമ്പ് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ? പാർട്ടിയുടെ കല്ലെ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന പിണറായി വിജയന് ADGP MR അജിത് കുമാർ RSSന്റെ നേതാവിനെ സ്വകാര്യമായി കണ്ട് സ്വകാര്യ സംഭാഷണം നടത്തിയെങ്കിൽ അതിലൊരു പുഴുക്കുത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. എന്തുകൊണ്ടാണ് EP ജയരാജനെ മാറ്റിയത്? ജാവദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലാണ് അത്രേ. അങ്ങനെ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു തെറ്റാണെന്ന് ബോധ്യപ്പെട്ട CPM പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ADGP MR അജിത് കുമാർ RSSന്റെ നേതാവിനെ കണ്ടത് തെറ്റാണെന്ന് എന്താ പറയാൻ പറ്റാത്തത്? ഇവർക്ക് പറയണ്ടേ? ഇവര് അത് പറയണ്ടേ? ADGP മാത്രം അവധിയിൽ പോയാൽ പോരാ, പിണറായി വിജയൻ അവധിയിൽ പോകണം, ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറി നിൽക്കണം.
CPM എന്ന് പറഞ്ഞ പാർട്ടിയെ വിറ്റ് തുറച്ച നേതാവിന്റെ പേരാ പിണറായി വിജയൻ. സംഘപരിവാർ മുഖ്യമന്ത്രിയാണ്. ഒറ്റ വാചകം കൂടി പൂർത്തിയാക്കട്ടെ. പിണറായിലെ പാറപ്പുറത്തുണ്ടായ ഈ പാർട്ടിയെ പിണറായി വിജയൻ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ മിണ്ടാതെ ഓച്ചാനിച്ച് നിൽക്കുന്ന പാർട്ടി കേഡറുകളാണ് ഈ പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ അന്തകൻ എന്ന് ഞാൻ പറയും. പിണറായി വിജയനല്ല അന്തകൻ. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മിണ്ടാതെ ഓച്ചാനിച്ച് നിൽക്കുന്ന പാർട്ടി കേഡറുകളാണ് അന്തകര്. പ്രതികരിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ ആരോട് ചോദിച്ചാലും മുഖ്യമന്ത്രി പ്രതികരിക്കാത്ത എന്താണെന്ന് ചോദ്യമുണ്ടായാൽ ഏത് വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ പറയാറുള്ളത് കൃത്യമായ സമയം എന്നുള്ളത് പക്ഷെ അദ്ദേഹം തീരുമാനിക്കും. 80 ദിവസം കേരളത്തിൽ മാധ്യമങ്ങളെ കണ്ടില്ല, 90 ദിവസം കണ്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവസാനം എണ്ണി തുടങ്ങിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചോദിച്ചത് ഞാൻ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള പരാതി തീർന്നല്ലോ അല്ലേ എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തീരുമാനമുണ്ട് ആ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം, എന്ത് പ്രതികരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ. അദ്ദേഹത്തിന് മഹാനായ നടൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസ നേരിടാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അതും അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ്, അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. എന്നിരുന്നാലും ഇത്രയധികം വിവാദങ്ങൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ കഴിയാൻ പാടില്ലാത്ത ഒന്നാണോ? മാധവ്, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കാണണമെന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPMന്റെ സഹപ്രവർത്തകർക്ക് പോലും തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 8 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു പരുവാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് വരുന്ന ഇത്തരം വാർത്തകൾക്ക് എന്ത് നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഈ ADGP അവധിയിൽ പോകുന്നു അല്ലെങ്കിൽ അവധി നീട്ടാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ എന്തിന്റെ പേരിൽ അവധിയിൽ പോകുന്നത്? ADGP RSS നേതാവിനെ കണ്ടതിന്റെ പിറ്റേ ദിവസം ഇത് പിണറായി വിജയൻ കണ്ടിട്ടുണ്ട്, ഇതിനെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്മേൽ നടപടിയെടുക്കാതെ ഒരു വർഷക്കാലം കാത്തുകെട്ടിയിരുന്ന പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഇനി അങ്ങനെ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇവിടെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞ ഒരു കാര്യമുണ്ട്. MR അജിത് കുമാർ ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്ന ആളല്ല. ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് MR അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. LDF ഭരിക്കുമ്പോൾ LDF സർക്കാരിന്റെ നയങ്ങളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത്. അല്ലെങ്കിൽ പറയണം ഉദ്യോഗസ്ഥ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്, സർക്കാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നുള്ളെന്ന്. അല്ലല്ലോ, LDF സർക്കാർ ഭരിക്കുമ്പോൾ LDFന്റെ പ്രഖ്യാപിത നയങ്ങളാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ആ നയങ്ങൾ നടപ്പാക്കുന്ന ആളുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ. ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. ഇനി പിണറായി വിജയൻ ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്നതല്ലോ. പിണറായി വിജയൻ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിൻ്റെ ഒപ്പം നടന്ന് വളർന്ന നേതാവാണ്. ഒരുപാട് വൈതരണികൾ തരണം ചെയ്ത നേതാവാണ്. ആ പിണറായി വിജയനിൽ ഒരു സംഘപരിവാർ നേതാവിന്റെ ലാഞ്ചന കണ്ടു തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. P ശശി പെട്ടെന്ന് മുളച്ചു വന്ന നേതാവൊന്നുമല്ലല്ലോ. വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന നേതാവാണ്. ഇവർക്കൊക്കെ ഈ സംഘപരിവാർ ബോധം വരുമ്പോൾ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. MR അജിത് കുമാർ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ അപ്പുറം MR അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്? അതാണ് ഇവിടെ പ്രശ്നം. RSSന് വിടുപണി ചെയ്യലാണോ? കേരളത്തിലെ പോലീസിന്റെ കാക്കി പാൻറ് മാറ്റി RSSന്റെ കാക്കി നിക്കർ ഇടിക്കലാണോ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെ പണി? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവിടെ PV അൻവർ പറഞ്ഞ എല്ലാം സ്വീകരിക്കണമെന്ന് താങ്കൾ പറഞ്ഞു. PV അൻവർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 900 കിലോ കമ്പി കാണാതെ പോയതിന് അന്വേഷിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത്. ആ 900 കിലോ കമ്പി കേരളത്തിലെ പോലീസ് കണ്ടുപിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും അദ്ദേഹം പറയില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. PV അൻവർ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചത് VD സതീശന്റെ 150 കോടിയുടെ മറ്റേ മീൻവണ്ടി കുണ്ണ കേസല്ലേ? അതും അന്വേഷിക്കണം. മുഖ്യമന്ത്രി സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അതായത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് അവസാനിച്ചു. മാധ്യമങ്ങൾ മാക്സിമം ഒരു 4 ദിവസം ചർച്ച ചെയ്യും, അത് കഴിയും, മറ്റൊരു വിഷയം വരും. ഇനി നിയമസഭയിൽ വരുമ്പോൾ ഒരു അടിയന്തര പ്രമേയം വരുമായിരിക്കും. പക്ഷെ അപ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങും. മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറഞ്ഞാൽ വീണ്ടും അതിൽ പിൻപറ്റി വിവാദങ്ങൾ വരും. അല്ല, മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. മാധവ്, മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. അവരുടെ പാർട്ടി സമ്മേളനം നടക്കുക. ഇവിടെ അവരുടെ പാർട്ടിയുടെ മൂല്യച്യുതിയെ കുറിച്ചിട്ടല്ല എൻ്റെ ആശങ്ക. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വന്നിട്ടുള്ള മൂല്യച്യുതിയാണ് എൻ്റെ പ്രശ്നം. ഇവിടെ പറയുന്നുണ്ടല്ലോ എല്ലാം സ്വീകരിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറല്ലെന്ന്. ഞങ്ങൾ PV അൻവർ പറഞ്ഞ എല്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം PV അൻവർ പറഞ്ഞ കേരളത്തിലെ പോലീസിൽ RSSന്റെ സ്ലീപ്പർ സെൽ ഉണ്ടെന്ന് ആനി രാജ പറഞ്ഞതിന് മുമ്പേ കേരളത്തിൽ RSSന്റെ സാന്നിധ്യം പോലീസ് സേനയിൽ ഉണ്ടെന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ്. അന്ന് നിങ്ങളത് കേട്ടോ? ഇല്ലല്ലോ. ഇവിടെ ഫോൺ ചോർത്തലുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. പൂരം കളിക്കിയതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. തീവ്രവാദ ചാപ്പ കുത്തുന്ന പരിപാടി കേരള പോലീസിനുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്.
ക്രിമിനൽ നെക്സസ് ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് PV അൻവർ ആവർത്തിക്കുമ്പോൾ അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ PV അൻവറിന് മഴക്കാര് മാറുമ്പോൾ തോന്നുന്ന തോന്നലുകൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഈ ADGP കണ്ടത് ഒരു പ്രശ്നമല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ADGP കണ്ടത് ഒരു പ്രശ്നമാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ തർക്കം. LDF സർക്കാരിന്റെ നയപരിപാടികളാണോ ADGP നടപ്പാക്കിയത്? RSSന്റെ നേതാവിനെ പോയി കണ്ടത് LDF സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നോ? അത് മൂടി വെച്ചത് LDF സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നോ? CPMന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായിരുന്നോ? ഇവിടെ അൻവർ പറഞ്ഞത് ശരിയാണ്, ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഈ JR പത്മകുമാർ പറയുന്നത്. അൻവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ BJPക്ക് എന്താ പ്രതിഷേധമില്ലാത്തത്? നിങ്ങൾ സതീശൻ മിണ്ടിയതും സതീശൻ സംസാരിച്ചതും KPCC പ്രസിഡന്റ് പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തത് നിങ്ങൾ കണ്ടില്ല. മഹിളാ കോൺഗ്രസ്സുകാരുടെ സമരം നിങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ ഈ മഹിളാ മോർച്ച എവിടെയാ? നിങ്ങളുടെ യുവമോർച്ച എവിടെയാ? BJPയുടെ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയന് കവചം തീർക്കാൻ വേണ്ടി വരുന്നാരാ? K സുരേന്ദ്രനാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? CPMന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയന് കവചം തീർക്കല് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതലയാണോ? ഇനി അതൊക്കെ വിട്. നിങ്ങൾക്ക് സമരമില്ലേ? കേരളത്തിലെ ഇത്രയും വലിയ കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ ഈ നിലപാടുകൾക്കെതിരെ BJPക്ക് സമരമില്ലേ? നിങ്ങൾക്കൊരു പ്രതിഷേധമില്ലേ? ഈ അൻവർ പറഞ്ഞ വിഷയങ്ങളൊക്കെ യഥാർത്ഥമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കളുടെ പാർട്ടിക്ക് സമരമില്ലേ? താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു BJPയുടെ നേതാവല്ലേ? താങ്കൾക്കൊരു പ്രതിഷേധമില്ലേ? ഒന്ന് ഉറക്കെ ഒന്ന് പ്രതിഷേധിക്കാനെങ്കിലും പറ്റുന്നില്ലേ? എന്ത് കഷ്ടമാണ്! കേരളത്തിലെ CPMനെ കുറിച്ച് പറയുമ്പോൾ BJPയാണ് കവചം പരിചയ തീർക്കാൻ വരുന്നത്. ശരി, ഓക്കെ.